തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. പാർവതി ആകെ തകർന്നിരിക്കുക. അവളോട് ഇതിനെ കുറിച്ച് സംസാരിക്കാനും പറ്റില്ല. അവൾ എന്തെങ്കിലും കടുങ്കായി കാണിക്കോ, അതോ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിക്കൂ? അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. പറയൂ. നീ വിഷമിക്കണ്ട. നിനക്ക് സംഭവിച്ചത് മറ്റാർക്കും സംഭവിക്കരുത്. നടന്നതിനെ കുറിച്ച് തന്നെ ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ പുറത്തു വരാന്ന് ചിന്തിക്ക. നിന്റെ മുന്നില് ഇനി 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നുകിൽ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ആരും അറിയാതെ ഒഴിവാക്കുക, അല്ലെങ്കിൽ പിന്നെ ഈ സ്നേഹിക്കുന്ന പയ്യനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് നിന്നെ കല്യാണം കഴിക്കാൻ പറയണം. ഇതല്ലാതെ നിന്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പെട്ടെന്ന് ആരെയോ വിളിച്ച് ഗർഭത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നേ, അത് എന്റെ മുന്നിൽ വെച്ച് എന്റെ അവസ്ഥയെ പറ്റി അറിഞ്ഞു കാണോ? ഇത് നിനക്ക് മറച്ചു വെക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അധികം വൈകാതെ ഇത് എല്ലാരും അറിയും. അങ്ങനെ സംഭവിച്ചാ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താകുമെന്നൊന്ന് ആലോചിച്ചു നോക്ക്. ഒരു നിമിഷത്തിൽ പറ്റിപ്പോയൊരു അബദ്ധത്തിന്റെ പേരില് നിന്റെ കുടുംബവും ശിക്ഷ അനുഭവിക്കണം. ഇതിനു വേണ്ടി നിന്റെ കാമുകന്റെ കാല് പിടിച്ച് കല്യാണത്തിന് സമ്മതിപ്പിക്കുന്നതിൽ ഒരു നാണക്കേട് തോന്നേണ്ട കാര്യമില്ല. നിന്റെ വീട്ടുകാരൊക്കെ വലിയ അഭിമാനികളല്ലേ? നിന്റെ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞ് അതിന്റെ വിഷമത്തിലെ നിന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്താലോ? പാർവതി, പാർവതി, എന്താ എന്താ പറ്റി? നീ ഓക്കെ അല്ലേ? എനിക്കൊരു കുഴപ്പമില്ല. നീ ഇപ്പൊ ആരോടെ സംസാരിച്ച? അതെ, എന്റെ ഒരു ഫ്രണ്ടാ. അവള് മാരേജിന് മുൻപ് പ്രഗ്നന്റ് ആയി. എന്ത് ചെയ്യണോന്നറിയാതെ അവൾ ആകെ ടെൻഷനില്ല. അതാ എന്നെ വിളിച്ചത്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അവൾ ഉപദേശിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടത് അവളാണല്ലോ. ഏതോ ഒരു പെൺകുട്ടിക്ക് പ്രശ്നമുണ്ടെന്ന് കേട്ടപ്പോ തന്നെ പാർവതിക്ക് സഹിക്കാൻ പറ്റിയില്ല അല്ലേ? അതുകൊണ്ടല്ലേ നീ തളർന്ന് വീണു പോയത്? അവളുടെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയല്ലേ? പാർവതി ഒരു നാട്ടിൻ പുറത്തുകാരിയല്ലേ? ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാ നീ അത് പേഴ്സണലായി എടുത്ത് അങ്ങ് ഇമോഷണൽ ആവൂ. നിന്റെ നല്ല മനസ്സ് ഇവിടെ അങ്ങനെ അധികം ആർക്കും ഉണ്ടാവില്ല. പാർവതി പേടിക്കണ്ട. അവൾക്ക് ഞാൻ നല്ല ഉപദേശമാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇനി അവൾക്ക് അബോർഷനാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ സേഫായി ചെയ്തു കൊടുക്കുന്ന ഹോസ്പിറ്റൽസും ഡോക്ടേഴ്സിനെ ഒക്കെ എനിക്കറിയാം. അവൾക്കൊരു ചീത്തപ്പേരുണ്ടാകാതെ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റും. നീ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ഒരു കുഞ്ഞിന്റെ ജീവൻ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചല്ലേ ഞാൻ ഇത്ര കൂളായി സംസാരിക്കുന്നതെന്നല്ലേ? ആ കുഞ്ഞു കാരണം ഒരുപാട് ജീവിതങ്ങൾ ഇല്ലാതാകും. ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ആ പെൺകുട്ടി സ്നേഹിക്കുന്ന പയ്യനും അവന്റെ കുടുംബമൊക്കെ അവൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് അറിഞ്ഞ അതിന്റെ നാണക്കേട് കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വരും. അത്രയും ആളുകളുടെ ജീവൻ പോകുന്നതിന് പകരം ഇതുവരെ ജനിക്കാത്ത ഒരു ജീവൻ അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? ഇനി അതിന് തയ്യാറല്ലെങ്കിൽ പിന്നെ അവള് സ്നേഹിക്കുന്ന പയ്യനെ എത്രയും പെട്ടെന്ന് അങ്ങ് കല്യാണം കഴിച്ചാ മതി. എന്നാണെങ്കിലും നടക്കേണ്ട കല്യാണം കുറച്ച് നേരത്തെ നടത്തിയെന്നങ്ങ് കരുതിയാ പോരെ?
എന്താ നിന്റെ അഭിപ്രായം? ഇങ്ങനെയല്ലാതെ നിന്നെ ഉപദേശിക്കാൻ എനിക്കറിയില്ല പാർവതി. നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് നീ കണ്ടുപിടിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാകും. അതിലും നല്ലത് നീ എത്രയും പെട്ടെന്ന് പ്രിയനെ കല്യാണം കഴിക്കുന്നതാ. അങ്ങനെയാണെങ്കിൽ നിന്റെയും എന്റെയും പ്രശ്നം ഒരേ സമയം തീരും. ഇതല്ലാതെ എന്റെ മുന്നില് വേറെ വഴിയില്ല. ഐ എം സോറി പാർവതി. ദേവി, പാറു എന്തോ ബുദ്ധിമുട്ടിലാണെന്ന് എനിക്കറിയാം. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടതിന് ശേഷം ഇപ്പൊ ഞങ്ങളൊന്ന് സന്തോഷിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളെ പരീക്ഷിക്കരുതേ. ആശുപത്രി പോയതിനു ശേഷം പാറു ടെൻഷനിലായത്. അവക്ക് ഒരാപത്തും വരുത്തരുതേ ദേവി. അവളെ പരീക്ഷിക്കാൻ നീ മാറ്റിവെച്ച സങ്കടങ്ങളെല്ലാം എനിക്ക് തന്നിട്ട് എന്റെ സന്തോഷമെല്ലാം അവക്ക് കൊടുത്തോളൂ. അവള് പഴയതുപോലെ ഒന്ന് ചിരിച്ചു കാണാൻ ഞാൻ എന്ത് പരീക്ഷണവും നേരിട്ടോളാം. ദേ പ്രിയൻ, നീ ഒറ്റയ്ക്കാണോ? പാറു വന്നില്ലേ? ഇല്ല. എന്തു പറ്റി? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പ്രിയനെ എന്തായാലും ഇവിടെ വെച്ച് കണ്ടത് നന്നായി. ഞാൻ പ്രിയനെ വിളിക്കായിരിക്കായിരുന്നു. എന്താ കാര്യം? ആശുപത്രി വെച്ച് കണ്ടതിന് ശേഷം അവളെക്കുറിച്ചൊരു വിവരമില്ലായിരുന്നു. ഞാൻ അവളെ ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല. സാധാരണ എന്റെ മിസ് കോൾ കാണുകയാണെങ്കിൽ അവൾ അപ്പം തന്നെ തിരിച്ച് വിളിക്കാറുള്ളതാണ്. എനിക്ക് നല്ല ടെൻഷനുണ്ടോ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അറിയില്ല. പ്രിയ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പ്രിയനല്ലേ അവളുടെ കൂടെ ആശുപത്രിയിലേക്ക് പോയത്? ഞാൻ അവളുടെ കൂടെ ആശുപത്രിയിലേക്ക് പോയതാ. പക്ഷെ അവസാന നിമിഷം എനിക്ക് അനിയത്തിയുടെ ഒരു ആവശ്യത്തിന് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും പാറു ഡോക്ടറിനെ കണ്ടിട്ട് പോയി. ഡോക്ടർ അവളോട് എന്താ പറഞ്ഞേ? ഞാൻ ചോദിച്ചപ്പോ അവക്ക് കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. പക്ഷേ പ്രിയ എന്താ? അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?